നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ നിധി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും സുധീഷ് ഹരീഷും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കുള്ള ചായയൊക്കെ സുഭാഷ് കൊണ്ടേ കൊടുത്തു. അങ്ങനെ ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നികേഷ് നിധിയോട് ചോദിച്ചു, നിധിയെടുത്തി ഇന്ന് ഉച്ചക്കത്തെ ആഹാരം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. എന്താടാ ഉപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കറിക്ക്. ഉപ്പ് കുറച്ച് കൂടുതലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് ചോദിച്ചു, ഉപ്പ് കൂടുതലായിരുന്നോ? അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അതെ അതെ ഉപ്പ് നല്ല കൂടുതലായിരുന്നു പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് സുധീഷ് നികേഷിനോട് ചോദിച്ചു, എടാ നീ ഉച്ചയ്ക്ക് ഉണ്ടായ കറി കൂട്ടിയായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല, ഭയങ്കര ഉപ്പായിരുന്നു, ഇങ്ങ് കാണിക്കാൻ പറഞ്ഞു. എടുത്തിട്ട് സുഭാഷിനോട് പറഞ്ഞു, സുഭാഷേൺ ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, അപ്പോഴറിയാന്ന് പറഞ്ഞു. അല്ല സുഭാഷേണ് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചില്ലേന്ന് ചോദിച്ചു നിധി. സുഭാഷേട്ടൻ കൊണ്ടുപോയതാണല്ലോ. അല്ല അത് പിന്നെ ഞാനുണ്ടല്ലോ. അത് കേട്ടതേ സുധീഷ് പറഞ്ഞു, മിക്കവാറും സുഭാഷേട്ടൻ കൊണ്ടേ ആഹാരം സുഭാഷേട്ടൻ കഴിച്ചു കാണില്ല, അത് ചാന്ദിനി ആയിരിക്കും കഴിച്ചിട്ടുണ്ടായിരിക്കുക. ചാന്ദിനി ആഹാരം കൊണ്ട് വന്ന സമയത്ത് സുഭാഷേട്ടൻ അത് വാങ്ങിച്ച് കഴിച്ചു കാണും, ശരിയല്ലേ? ചപ്പാത്തി കിഴങ്ങറിക്കായിരിക്കും ഉച്ചയ്ക്ക് സുഭാഷേട്ടൻ്റെ ഭക്ഷണം. സുഭാഷിന്റെ മുഖത്തൊരു നാണമൊക്കെ ഒന്ന്. നികേഷോട് സത്യ സുധീഷേട്ടൻ പറഞ്ഞ കണ്ടില്ലേ സുഭാഷേട്ടൻ്റെ മുഖത്തെ നാണം. ദൈവമേ, ആ കറിയൊക്കെ കൂട്ടിക്കഴിച്ച ചാന്ദിനിയുടെ അവസ്ഥ പാവം. എന്ത് പറയാൻ പറ്റും? ചിലപ്പോൾ ഭാഷ മനസ്സിലാകാത്തോണ്ട് സുഭാഷേനോട് പറഞ്ഞാണ്. സുഭാഷേട്ടന് മനസ്സിലാവാത്തായിരിക്കും എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ ചിരിക്കുമ്പോഴത്തേനും സുഭാഷിന് ആകെ പഴയ ചമ്മലൊക്കെ തോന്നി. സുഭാഷ് ഒന്ന് പോടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും നിധി പറഞ്ഞു, കണ്ടില്ലേ സുഭാഷേട്ടൻ്റെ മുഖത്തെ നാണം. സുഭാഷിന് ആകെപ്പാടെ ടെൻഷനായിരുന്നു. എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ കളിയാക്കുന്ന കേൾക്കുമ്പോഴത്തേനും. പിന്നീട് നീതി അവിടെ ഇരിക്കുന്ന സമയത്ത് ഹരീഷിൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ്. അപ്പോൾ ഹരീഷിൻ്റെ ഫോണിലേക്ക് കോൾ വിളിച്ചിട്ട് ഒരു കസ്റ്റമർ ചോദിച്ചു, അതെ വണ്ടി ഉടനെ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ തരാൻ പറ്റില്ല. അല്ല പെട്ടെന്ന് എനിക്ക് വേണ്ടതായിരുന്നു, 21-ാം തീയതി എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അല്ല 21-ാം തീയതി എന്നാ? അത് നാളെയാ. ഇന്ന് 20-ാം തീയതി, നാളെ തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊണ്ടു തന്നിട്ട് പെട്ടെന്ന് തരാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെ ചോദിച്ച് ഹരീഷ് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്ക് സുധീഷ് ഹരീഷിനോട് ചോദിച്ചു, നാളെ 21-ആണോ? അതെ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. പെട്ടെന്ന് നിധിയുടെ അടുത്ത് നിന്നിട്ട് സുധീഷ് പറഞ്ഞു, അല്ല നാളെ 21, നാളെയല്ലേ കോടതി പോകണ്ടേന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, അതെ വക്കീൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടോ നാളെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പോകാൻ പറ്റില്ലെന്നോ? സുധീഷിന് ഭയങ്കര സന്തോഷമായി. രക്ഷപ്പെട്ടു, കോടതിയിൽ ഹാജരാകാതിരുന്ന കുഴപ്പമില്ലോ. അല്ല അങ്ങനെയാണ് സുധീഷിന് നാളെ പോകാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അയ്യോ എനിക്ക് നാളെ ഒരു ഓട്ടമുണ്ട്, നാളെ എനിക്ക് പോകാൻ പറ്റില്ലെന്ന് സുധീഷ് പറഞ്ഞു. നിധി പറഞ്ഞു, എനിക്ക് അർജൻറ്റായിട്ടൊരു ജോലിയുണ്ട്, അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ വക്കീലിനെ വിളിച്ചോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം അങ്ങനെയാണ് കഥകൾ. രക്ഷപ്പെട്ടു. അപ്പം ഇവൾക്ക് പോകാനായിട്ട് താല്പര്യമില്ല. ഭയങ്കര സന്തോഷമായി സുധീഷിന്. അപ്പോഴേക്കുമാണ് ഹരീഷ് അങ്ങോട്ട് വരുന്നത്. ഹരീഷ് വന്നിട്ട് പറഞ്ഞു, ദേ ഫോണിനകത്ത് കോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കൊള്ളാലോ, ഗായുവാണല്ലോ വിളിക്കുന്നതൊക്കെ പറഞ്ഞു. നിധിക്ക് ദേഷ്യമായി. നിധി ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ഹരീഷ് പറഞ്ഞു, എന്തിനാ സുധീഷേട്ടാ വേണ്ടാത്ത പണിക്കൊക്കെ പോന്നേ? ആ പെണ്ണെന്തിനാ ഇങ്ങനെ സുധീഷേട്ടനെ വിളിക്കണേ? അതിൻ്റെ ആവശ്യമുണ്ടോ? എടാ ഇതൊക്കെ എൻ്റെ ഒരു തന്ത്രമല്ലേ? തന്ത്രമോ? അതേന്നേ, എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ഞാനിത് ചെറിയ നമ്പർ വെക്കുന്ന, അവളെ എനിക്ക് ഇഷ്ടമൊന്നുമല്ല, ഞാൻ ചുമ്മാ വിളിക്കുന്ന. നിധി എന്നോട് ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ ഇറക്കിയാൽ മതിയാവുള്ളൂ. നമ്പരോ? അതെ. പിന്നീട് സുധീഷ് തന്നെ മനസ്സിലുള്ള ഐഡിയ ഒക്കെ പറയാണ്. കണ്ടില്ലേ ഇപ്പം തന്നെ കണ്ടില്ലേ ഗായത്രിയെ വിളിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയത്. അതിനർത്ഥം എന്താ? അവൾ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ അവൾ പറഞ്ഞു കേട്ടോ, അവൾക്ക് നാളെ പോകാൻ പറ്റില്ല എന്ന്. അതിനർത്ഥം അവൾക്ക് ഡിവോഴ്സിന് താല്പര്യമില്ലെന്നല്ലേ? അങ്ങനെ നിധിയടുത്തി പറഞ്ഞല്ലോ. നിധിയടുത്തിക്ക് നാളെ അത്യാവശ്യ ജോലി ഉള്ളതുകൊണ്ടല്ലേ? എടാ അത്യാവശ്യ ജോലി എന്നൊക്കെ വെറുതെ പറയണതാ. നാളെ കോടതി പോകാൻ കഴിയില്ല എന്നിട്ട് പറയുന്ന, അത് ഇതുവരെയായിട്ട് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, എന്തൊക്കെയാണല്ലോ ശരി, അവസാനം ഇത് കൂനും മെക്കൂരും ആതിരുന്നാൽ മതി. ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ സുധീഷിനറിയാടാ. എന്നോടാണോ? ഇതല്ല ഇതിലപ്പുറം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നേ. ഭാസ്കരൻ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരുവാണ്. സുഭാഷിനെ കണ്ടപ്പത്തിനും ഭാസ്കരൻ ചോദിച്ചു, എടാ നീ ആ പെണ്ണിനെ കെട്ടാനിരിക്കുവാണോ? ആരെ? അല്ല ആ അവിനാശിന്റെ പെങ്ങളെ. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? സുഭാഷ് ചേട്ടനും അവളും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ കല്യാണം ഒന്നും ഒരു കാരണവശാലും നടക്കാൻ പാടില്ല. അപ്പോഴേക്ക് ഹരീഷ് ചോദിച്ചു, അതെന്താ? എടാ ഒന്നാമത്തെ കാര്യം ഭാഷ, അത് മാത്രമാണോ? അന്യ നാട്ടിൽ കിടക്കുന്ന പെണ്ണല്ലേ, എങ്ങനെ എന്താന്നൊക്കെ ആര് കണ്ടു?
ഈ കല്യാണമൊന്നും നടത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഭാസ്കരൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടൻ ഒന്നും മൈൻഡ് ആക്കണ്ട, സുഭാഷ് ഏട്ടൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഞങ്ങളല്ലേ ഉള്ളേന്ന് ചോദിച്ചു. സുഭാഷ് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നീട് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്. അത് ചാന്ദിനി അയക്കുന്ന മെസ്സേജാണ്. ആദ്യം ഒരു ഹാർട്ടിൻ്റെ മെസ്സേജാണ് വന്നേ. സുഭാഷ് അന്നെടുത്ത് നോക്കി, പിന്നീട് തിരിച്ചൊരു ഹാർട്ട് അയച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത ചോദ്യം വന്നു, സുഭാഷ് ഏട്ടൻ ആഹാരം കഴിച്ചെന്ന് പറഞ്ഞ് സുഭാഷ് മെസ്സേജ് അയച്ചു. പിന്നെ അങ്ങനെ കുറേ മെസ്സേജൊക്കെ അയച്ചിട്ട് പിന്നെ വിളിക്കാൻ തുടങ്ങി. ഭാഷ അറിയത്തില്ലെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. പ്രണയത്തിന് ഭാഷയില്ലെന്ന് പറയുന്ന പോലെ ആയിരുന്നു രണ്ടുപേരും കൂടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ നികേഷ് അതിലൂടെ വന്നു. നികേഷ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ഭയങ്കര ചാറ്റിങ്ങും കാര്യങ്ങളും ഫോൺ വിളിക്കുക. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് അവിടെ ഗായത്രിയെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. ഗായത്രി വിളിക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ നിധിയെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. നിധിയാണെങ്കിലോ സുധീഷിനെ ഇങ്ങനെ നോക്കി. കാരണം നിധി നോക്കുമ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമാണ്. ഇവളുടെ മനസ്സിൽ ഇച്ചിരി പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാകട്ടെ എന്നൊരു ചിന്താഗതിയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ നിധി കേൾക്കാൻ വേണ്ടിയിട്ട് സുധീഷ് ഇച്ചിരി ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. അയ്യോ, എൻ്റെ വോയിസ് സ്വീറ്റാണ്. ഓ എൻ്റെ പൊന്നെ, അത് ഗായുവിൻ്റെ വോയിസും അതുപോലെയൊക്കെ തന്നെ നല്ല സ്വീറ്റ് വോയിസാണ്. നാളെ കാണണമെന്നോ? അതെന്താ, നാളെ രാവിലെ തന്നെ നമുക്ക് കാണാമല്ലോ. സിനിമയ്ക്ക് പോകണമെന്നോ? സിനിമയ്ക്ക് പോവാലോ എന്നൊക്കെ പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്ക് നല്ല ദേഷ്യമായി. അപ്പോഴാണ് നികേഷിൻ്റെ വരവ്. നികേഷ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഫോൺ വിളി, ഇവിടെ ഫോൺ വിളി, മൊത്തത്തിലൊരിത്. നികേഷിന് ദേഷ്യ സങ്കടം വന്നു. നികേഷ് എന്ത് ചെയ്തു, നിധിയുടെ അടുത്ത് ചോദിച്ചു, ഇവിടെ എന്തൊക്കെയാണ് നിധിയുടെ അടുത്ത് നടക്കണേന്ന് ചോദിച്ചു. എന്താ? അടുക്കള ചെന്നപ്പോൾ അവിടെ സുഭാഷ് ഏട്ടൻ ഫോൺ വിളി, ഇവിടെ സുധീഷ് ഏട്ടൻ. ഇനി വർക്ക്ഷോപ്പിൽ ചെല്ലാന്ന് പറഞ്ഞിട്ട് ചെന്ന് ഇരുന്നിട്ടുണ്ടെങ്കിലോ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നീതു വരും ഹരീഷ് ഏട്ടൻ്റെ അടുത്തേക്ക്. പിന്നെ അവിടെ അതിനേക്കാളും വലിയ അടിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും, ഒരു സ്വസ്ഥതയോ സമാധാനവും ഇല്ല. ഈ ഫോൺ വിളിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ഇതൊക്കെ നമ്മൾ വെറുതെ കാണിക്കാനല്ലേ എന്ന് ചോദിച്ചു. ഈ സുധീഷേണ്ട ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? ആ ഗായത്രി എന്ന് പറയുന്ന പെണ്ണിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അത് കേട്ടോണ്ടാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. സുധീഷ് പറയുന്ന ഇതൊന്നും മൈൻഡ് ചെയ്ത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാസ്കരൻ വന്നിട്ട് ചോദിച്ചു, ആരാ ഈ ഗായത്രി? അത് കേട്ടപ്പം നികേഷ് പറഞ്ഞു, അതെ, സ്വന്തം മോനോട് തന്നെ ചോദിച്ചാൽ മതി. ആരോട്? സുധീഷിനോട്. ബെസ്റ്റ്. അവനോട് ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട്, അവൻ പറയുമെന്ന് തോന്നുന്നുണ്ടോ? നല്ല കഥയായി. അല്ല, അച്ഛൻ്റെ തന്നെയല്ലേ മോന്, അപ്പൊ പിന്നെ ചോദിച്ചാൽ എന്താ? എടാ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അച്ഛൻ്റെ മോനാന്നും പറഞ്ഞിട്ട്. അവനെൻ്റെ മോനാ, അവന് കാർ ഓടിക്കാൻ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ലോറി ഓടിക്കുമായിരുന്നു. എൻ്റെ മോനാന്ന് പറഞ്ഞിട്ട് അവൻ ലോറി ഓടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെയും കൂടെ ഒരു കുറവുള്ളൂ. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഇപ്പം അതാണോ പ്രശ്നം എന്ന് ചോദിച്ചു. അല്ല, നിനക്ക് ലോറി ഓടിക്കാൻ അറിയാമെന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, എനിക്ക് ലോറി ഓടിക്കാൻ അറിയാം. ലോറി മാത്രമല്ല, ട്രെയിനും ഒക്കെ ഓടിക്കാൻ അറിയാമെന്ന് പറഞ്ഞു. പിന്നെ ട്രെയിനിൽ കയറി കിടന്ന് ഉറങ്ങാനറിയാം, അല്ലാതെ ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഭാസ്കരൻ്റെ കയ്യിൽ ഒരു റേഡിയോയും ഉണ്ടായിരുന്നു. ഭാസ്കരൻ എന്നിട്ട് അതിനിട്ടിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുമ്പം നികേഷ് പറഞ്ഞു, എൻ്റെ അച്ഛ വെറുതെ എന്തിനാ അതിനിട്ടിട്ട് കൊട്ടുന്നേ? കൊട്ടിയാലൊന്നും ഓണാകാൻ പോകുന്നില്ല. എടാ, ഇതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ കൂടെ കൂടിയിട്ട് എത്ര വർഷമായി നിനക്കറിയാവോ? എത്ര വർഷം? എടാ, ഇതിൻ്റെ ഓരോ സ്വഭാവമാറ്റം എനിക്ക് തിരിച്ചറിയാൻ പറ്റും. എൻ്റെ കൂടെ കൂടിയിട്ട് ഈ ഫെബ്രുവരി വരുമ്പം 28 വർഷം പൂർത്തിയായി, 29ാമത്തെ വർഷം തുടങ്ങുക. അത് കേട്ടതും നിധി പറഞ്ഞു, ഡേറ്റ് ഓർമ്മയുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കേക്ക് കട്ട് ചെയ്യാം, 29ാമത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞോണ്ട്. എങ്ങനെയുണ്ട്? ഓഹോ, നീ അങ്ങോട്ട് തള്ളുവായിരുന്നല്ലേന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമല്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഒരു പൊട്ട റേഡിയോ ആയിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നികേഷ് ദേഷ്യപ്പെടുകയാണ്. അതേടാ, നിനക്കിതൊക്കെ പൊട്ടയാന്ന് തോന്നും, പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, എനിക്കിത് പ്രിയപ്പെട്ടാന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഭാസ്കരൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും നിധി ശ്രദ്ധിച്ചു. ആ സമയത്തും ഭയങ്കര ഫോൺ വിളിയും കാര്യങ്ങളൊക്കെയാണ്. സുധീഷ് നിർത്തുന്ന ഭാവമില്ല. നിധി രൂക്ഷമായിട്ട് സുധീഷിനെ നോക്കി, എന്നിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവുക. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം സുധീഷിന് സന്തോഷമായി. അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്, താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.